നമസ്കാരം. ഫങ്ഷൻസിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിനോമിയൽ ഫങ്ഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. പോളിനോമിയൽ ഫങ്ഷൻസ്, മോഡുലസ് ഫങ്ഷൻസ്. ഫങ്ഷനിങ്ങനെ 2 ഫങ്ഷനുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. മറ്റ് ചില ഫങ്ഷനുകൾ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുകയാണ്. അതിൽ ആദ്യത്തെ റാഷണൽ ഫങ്ഷനാണ്. ആ റാഷണൽ ഫങ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കുക. എ ഫങ്ഷൻ ഓഫ് ദ ഫോം fx by gx, where fx and gx are polynomial functions defined in a domain where g of x not equal to 0 is called a rational function. അതായത് fx by gx എന്ന ഫോമിലായിരിക്കണം. അതിൽ fxും gxും പോളിനോമിയൽസ് ആയിരിക്കണം. എഫക്സും ജി എക്സും പോളിനോമിയൽസ് ആയാൽ മാത്രം പോരാ, അതിൽ ജി എക്സ്, ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ജി എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ജി എക്സ് 0 ആകാൻ പാടില്ല. ജി എക്സ് 0 ആവുന്ന ഒരു ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ജി എക്സ് 0 ആകാൻ പാടില്ല. ജി എക്സ് ഡിനോമിനേറ്റർ 0 ആയാൽ ഡിഫൈൻഡ് ആവില്ല. അതുകൊണ്ടാണ് ന്യൂമറേറ്റർ 0 ആവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ നോക്കുക, 5x² + 3x - 2 x³ - 2x + 8. അതൊരു റാഷണൽ ഫംഗ്ഷനാണ്. കാരണം ന്യൂമറേറ്റർ 5x² + 3x - 2 അതൊരു പോളിനോമിയലാണ്. x³ - 2x + 8 അതും ഒരു പോളിനോമിയലാണ്. ഒരു പോളിനോമിയൽ ബൈ മറ്റൊരു പോളിനോമിയൽ എന്ന ഫോമാണ്. അതുകൊണ്ട് ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. ഇവിടെ പോളിനോമിയൽ അല്ലാത്ത മറ്റേതെങ്കിലും ഫംഗ്ഷൻ ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ വരികയാണെങ്കിൽ നമുക്കതിനെ റാഷണൽ ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് മനസ്സിലായി. ഇനി നമ്മളിതിൽ റാഷണൽ ഫംഗ്ഷൻ, എല്ലാ ടൈപ്പ് റാഷണൽ ഫംഗ്ഷനുകളുടെയും ഗ്രാഫൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ഒരു റാഷണൽ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് പഠിക്കാൻ പോകുന്നത്. അത് 1/x, fx = 1/x. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, 1 എന്ന് പറയുന്ന പോളിനോമിയലാണോ? തീർച്ചയായും 1ഉം ഒരു പോളിനോമിയലാണ്. കാരണം x⁻1നെ നമുക്ക് 1 × x⁻0 എന്ന് എഴുതാം. x⁻0 അതിൻ്റെ എക്സിൻ്റെ ഒരു പവറാണല്ലോ. അപ്പോൾ അതും ഒരു പോളിനോമിയൽ തന്നെയാണ്. എല്ലാ കോൺസ്റ്റൻറ്റുകളും പോളിനോമിയൽസ് ആണ്. ഏത് കോൺസ്റ്റൻറ്റ്? 5 ഒരു കോൺസ്റ്റൻ്റാണ്. അതിനെ 5x⁻0 എന്ന് എഴുതാം. അതൊരു പോളിനോമിയലാണ്. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്നാണ് ഇത് വിളിക്കുന്നത്. ഡിനോമിനേറ്ററിൽ കാണുന്ന എക്സ് അതും ഒരു പോളിനോമിയലാണ്. അപ്പോൾ ഒരു പോളിനോമിയൽ ബൈ മറ്റൊരു പോളിനോമിയൽ എന്ന ഫോം ആയതുകൊണ്ട് അതൊരു റാഷണൽ ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ കുറിച്ചും അതിൻ്റെ ഡൊമൈൻ റേഞ്ചിനെ കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഡൊമൈൻ ചർച്ച ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ ചർച്ച ചെയ്യാം. ഈ ഫംഗ്ഷനിനകത്ത് ഡൊമൈൻ മീൻസ് എക്സിന് കിട്ടാവുന്ന വാല്യൂസാണ്. എക്സിന് 0 വരാൻ പാടില്ല. 0 ഒഴിച്ചുള്ള ഏത് വാല്യൂ എക്സിന് വരാം. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലെ 0 ഒഴിച്ചുള്ള എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും സെറ്റായിരിക്കും ഡൊമൈൻ. ഇനി റേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എക്സിന് വാല്യൂസ് കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് 1/xൻ്റെ വാല്യൂ, ദാറ്റ് മീൻസ് f of xൻ്റെ വാല്യൂ കിട്ടും. fx വാല്യൂസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം കാണാം. അപ്പോൾ എക്സിന് നമ്മൾ 1 എന്ന് കൊടുത്താൽ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, എക്സിന് 1 എന്ന് കൊടുത്താൽ fx 1/1 1 എന്ന് വരും. x2 കൊടുത്താൽ fx 1/2 വരും. x3 കൊടുത്താൽ fx 1/3 വരും. x4 കൊടുത്താൽ fx 1/4. ഈ വാല്യൂസിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വാല്യൂസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ 1 2 3 4 5 6 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ എഫക്സിൻ്റെ വാല്യൂയോ 1 1/2 1/3 1/4 ഈ വാല്യൂ കുറഞ്ഞു വരിക. ഇപ്പോൾ എക്സ് ഒരു 100 ആകുമ്പോഴേക്കും എഫക്സ് 1/100 ആവും. 1/100 എന്ന് പറഞ്ഞാൽ 0.01 ആണ്. എക്സ് ഒരു 1000 ആകുമ്പോഴേക്കും എഫക്സ് 1/1000 ആവും. അത് 0.001 ആണ്. എക്സ് ഒരു 10,000 ആകുമ്പോൾ എഫക്സ് 1/10,000 ആവും. ദാറ്റ് മീൻസ് 0.0001 ആണ്. അപ്പോൾ വാല്യൂ കുറഞ്ഞ് വരും. എക്സ് അങ്ങ് വളരെ വലുതാകുമ്പോഴേക്കും എഫക്സിൻ്റെ വാല്യൂ കുറഞ്ഞ് അങ്ങ് വളരെ സ്മോളായി മാറും. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു 10 lakh എക്സ് വരുമ്പോഴേക്കും എഫക്സിൻ്റെ വാല്യൂ എത്രമാത്രം ചെറുതാകുന്നു. വളരെ ചെറിയ നമ്പർ, 0യോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു നമ്പറായി എഫക്സ് മാറും എക്സിൻ്റെ വാല്യൂ വലുതാകുന്നതിനനുസരിച്ച്. ഇനി തിരിച്ച് ചിന്തിച്ച് നോക്കുക, എക്സ് ചെറുതാവുന്നു വിചാരിക്കുക, എക്സ് 1/2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എഫക്സ് എന്താ വരിക? 1/x മീൻസ് 1/1/2. അത് 2 അല്ലേ? എക്സിൻ്റെ റെസിപ്രോക്കൽ അല്ലേ 1/x. എക്സ് തിരിച്ചിടുന്നതല്ലേ 1/x. അതിനാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ വിൽക്രമോന്നോ മറ്റോ പറയും. ഇപ്പോൾ a/b അതിൻ്റെ റെസിപ്രോക്കലാണ് b/a. അപ്പോൾ എക്സിൻ്റെ റെസിപ്രോക്കലാണ് 1/x. അപ്പോൾ 1/2 എക്സിന് കൊടുത്താൽ എഫക്സിന് 1/1/2 ദാറ്റ് ഇസ് 2 എന്ന് കിട്ടും. എക്സ് 1/3 എന്ന് കൊടുത്താൽ എഫക്സ് എന്ത് കിട്ടും? 1/1/3 ദാറ്റ് മീൻസ് 3 കിട്ടും. എക്സ് 1/4 കൊടുത്താൽ എഫക്സ് 4 എന്നും, എക്സ് 1/5 കൊടുത്താൽ എഫക്സ് 5 എന്നും, എക്സ് 1/6 കൊടുത്താൽ എഫക്സ് 6 എന്നും കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ കുറയുക. 1/2 1/3 1/4 എന്ന് പറഞ്ഞ വാല്യൂ കുറഞ്ഞു വരിക. വാല്യൂ കുറയുന്നതിനനുസരിച്ച് എഫക്സിൻ്റെ വാല്യൂ കൂടുകയാണ്. അപ്പോൾ എക്സ് ഒരു
100 ഒക്കെ ആയിക്കഴിഞ്ഞാൽ എഫ് എക്സ് 100 ആവും. എക്സ് ഒരു 1/10,000 ആകുമ്പോഴേക്കും എഫ് എക്സ് 10,000 ആവും. അപ്പോൾ എക്സ് അങ്ങ് വളരെ വളരെ ചെറുതാകുമ്പോഴേക്കും എഫ് എക്സ് വളരെ വളരെ വലുതാവും. ഞാനിപ്പോൾ ഈ വാല്യൂസ് ഈ 1 2 3 കൊടുത്തു എന്ന് പറഞ്ഞാൽ 1 2 3 മാത്രമൊന്നുമല്ല എക്സിന് വരാവുന്ന വാല്യൂസ്. ഇതിനിടയ്ക്കുള്ള ഏത് റിയൽ നമ്പറും വരാം. നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ 1 കഴിഞ്ഞാൽ 2 അല്ല അടുത്ത വാല്യൂ. ഇടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ 1/2നും 1/3 ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. ഏത് റിയൽ നമ്പർ വാല്യൂ നമുക്ക് എക്സിന് കൊടുക്കാം. അപ്പോഴെല്ലാം എഫ് എക്സിന് വാല്യൂ കിട്ടും. ഒരു വാല്യൂ മാത്രമേ കൊടുക്കാൻ പറ്റാതുള്ളൂ, 0. ഈ പോസിറ്റീവ് വാല്യൂസ് മാത്രമല്ല, നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാം, അതും കൊടുക്കാം. 0 ഒഴിച്ചുള്ള എല്ലാ വാല്യൂസും നമുക്ക് എക്സിന് കൊടുക്കാം. അപ്പോൾ ആ പ്രത്യേകതയാണ് പറഞ്ഞത്. എക്സ് കൂടുമ്പോൾ എഫ് എക്സ് കുറഞ്ഞു വരുന്നു. എക്സ് വളരെ വലുതാകുമ്പോഴേക്കും എഫ് എക്സ് വളരെ വളരെ ചെറുതാവുന്നു, 0യോട് അടുക്കുന്നു. തിരിച്ച് എക്സ് ചെറുതാവുമ്പോൾ എഫ് എക്സ് വലുതാവുന്നു. അപ്പോൾ എക്സ് വളരെ വളരെ സ്മോൾ ആകുമ്പോഴേക്കും എഫ് എക്സ് വളരെ വളരെ വലുതാവുന്നു. ഇതാണ് ആ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. എഫ് എക്സിന് എല്ലാ റിയൽ നമ്പർ വാല്യൂസും വരും. വലിയ വാല്യൂസും വരും, ചെറിയ വാല്യൂസും വരും, നെഗറ്റീവ് വാല്യൂസും വരും, എല്ലാ റിയൽ നമ്പർ വാല്യൂസും വരും. ഒരെണ്ണം ഒഴികെ, ഏത് 0 മാത്രം വരത്തില്ല. 0 ഒരിക്കലും ആവില്ല. എക്സ് എത്ര വലുതായാലും എഫ് എക്സ് 0 ആവില്ല. അപ്പോൾ എക്സ് ഒരു 10 lakh ആയാൽ എഫ് എക്സ് 1/10 lakh. 1/10 lakh എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ നമ്പറാണ്, 0യോട് വളരെ വളരെ അടുത്ത് നിൽക്കുന്ന നമ്പറാണ്. പക്ഷെ അത് 0 ആയില്ലല്ലോ. ഒരിക്കലും എഫ് എക്സ് എന്താവില്ല, 0 ആവില്ല. അപ്പോൾ എഫ് എക്സിന് 0 ഒഴിച്ചുള്ള വാല്യൂസ് എല്ലാം വരാം. അപ്പോൾ റേഞ്ചിനകത്തും എന്ത് വരില്ല, 0 വരില്ല. അപ്പോൾ ഡൊമൈനിലും 0 വരില്ല, റേഞ്ചിലും 0 വരില്ല. ഡൊമൈനിലും റേഞ്ചിലും 0 ഒഴികെയുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും വരിക. 0 ഒഴിച്ചുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഡൊമൈനിലും വരിക, റേഞ്ചിലും വരിക. ഇതാണ് എഫ് എക്സ് എന്ന ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഡൊമൈൻ എഴുതുമ്പോൾ r-set 0, അതുപോലെ റേഞ്ചും അങ്ങനെ തന്നെ എഴുതാം, r-set 0. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ, എക്സ് വാല്യൂസിനെ എക്സ് കോർഡിനേറ്റ് ആയിട്ടും എഫ് എക്സ് വാല്യൂസിനെ വൈ കോർഡിനേറ്റ് ആയിട്ടും മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ 1/3, 1/4, 1/5 ഒക്കെ മാർക്ക് ചെയ്യാൻ വളരെ പാടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു കറക്റ്റ് ഗ്രാഫ് വരയ്ക്കേണ്ടതില്ല. ഒരു റഫ് ഗ്രാഫ് മാത്രം വരച്ചാൽ മതി, റഫായിട്ട് വരച്ചാൽ മതി. ഒരു ഏകദേശ ഗ്രാഫ്, കൃത്യമായി പോയിന്റുകൾ മാർക്ക് ചെയ്തുള്ള ഗ്രാഫല്ല, ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ വരച്ചാൽ മതി. പക്ഷേ നമുക്കിവിടെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ജിയോജിബ്ര എന്നൊരു സോഫ്റ്റ്വെയർ ലഭ്യമായതുകൊണ്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ശരിയായി കറക്റ്റായിട്ടുള്ള ഗ്രാഫ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. ഞാൻ ആ കറക്റ്റമായ ഗ്രാഫ് നിങ്ങൾക്ക് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുമ്പോൾ അത് അങ്ങനെ വരയ്ക്കുക എളുപ്പമല്ല, പ്രായോഗികമല്ല. അപ്പോൾ എങ്ങനെയാണ് പോയിന്റുകളൊന്ന് ശ്രദ്ധിക്കുക. x1 fx1, അപ്പോൾ എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് 1, അപ്പോൾ 1 1 ആണ് ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് 2 1/2 ആണ്. അടുത്ത പോയിന്റ് 3 1/3 ആണ്. അടുത്ത പോയിന്റ് 4 1/4 ആണ്. അടുത്ത പോയിന്റ് 5 1/5, അടുത്ത 6 1/6. ഇങ്ങനെ അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. നമുക്കിതിലെ കുറച്ച് പോയിന്റുകൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കുറച്ച് പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം മാർക്ക് ചെയ്യുന്ന 1 1 എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. 1 1 നിങ്ങൾ കാണുന്നുണ്ട്, 1 1. അടുത്തത് 2 1/2 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. 2 ആകുമ്പോൾ എക്സ് 2ഉം വൈ 1/2. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2, വൈ 1/2 എന്ന് പറയുമ്പോൾ 0ക്കും 1ൻ്റെയും മിഡിലായിട്ടായിരിക്കും 1/2 വരിക. അപ്പോൾ 2 1/2 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. കണ്ടോ? അടുത്ത മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് 3 1/3 ആണ്. എക്സ് 3 എഫ് എക്സ് 1/3. അപ്പോൾ 3 1/3 അടുത്ത് മാർക്ക് ചെയ്യുന്നത്. ആ പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. എക്സ് ഇങ്ങോട്ട് നീങ്ങുക, 1 ആയി 2 ആയി 3 ആയി 4 ആയി അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ വൈ വാല്യൂ അല്ലെങ്കിൽ എഫ് എക്സ് വാല്യൂ താഴോട്ട് വരിക. നോക്കിയേ, എക്സ് 1 ആയപ്പോൾ വൈ 1 തന്നെയായിരുന്നു. എക്സ് 2 ആയപ്പോൾ എഫ് എക്സ് 1/2 ആയി. 1/2 എന്ന് പറഞ്ഞാൽ 0ക്കും 1ൻ്റെ മിഡിലായിട്ട് വരുന്ന വാല്യൂ 1/2. അടുത്ത എക്സ് 3 ആയപ്പോൾ എഫ് എക്സ് 1/3 ആയി. അപ്പോൾ കുറച്ചുകൂടി വൈ വാല്യൂ താണു. അതുകൊണ്ടാണ് ഈ പോയിന്റ് കുറച്ചുകൂടി താഴോട്ട് വന്നത്. അപ്പോൾ എക്സ് 4 ആകുമ്പോൾ വീണ്ടും എഫ് എക്സ് 1/4 ആകും. എഫ് എക്സ് വീണ്ടും ചെറുതാവുക. അപ്പോൾ കുറേ കൂടി ആ പോയിന്റ് അല്പം കൂടി താഴും. എക്സ് 5 ആകുമ്പോഴേക്കും എഫ് എക്സ് 1/5 ആകുകയാണ്. അപ്പോൾ പോയിന്റ് വീണ്ടും ആ പോയിന്റ് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. എക്സ് 6 ആകുമ്പോഴേക്കും എഫ് എക്സ് എന്താവും, 1/6 ആവും. ആ പോയിന്റ് കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. എക്സ് 6 ആകുമ്പോൾ എഫ് എക്സ് 1/6 ആവും. അപ്പോൾ നിങ്ങൾ നോക്കുക, ആ പോയിന്റ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരിക. പക്ഷെ ഒരിക്കലും എഫ് എക്സ് 0 ആവുന്നില്ല. ദാറ്റ് മീൻസ് വൈ കോർഡിനേറ്റ് ഒരിക്കലും 0 ആവുന്നില്ല. വൈ കോർഡിനേറ്റ് 0 ആയാൽ, വൈ കോർഡിനേറ്റ് 0 വന്നാൽ അത് എക്സ് ആക്സിസിലെ പോയിന്റ്. അപ്പോൾ
ഒരിക്കലും വൈ കോർഡിനേറ്റ് 0 ആവുന്നില്ല. വൈ കോർഡിനേറ്റ് കുറയുന്നുണ്ട്. 1/6 ആയി, അടുത്ത 1/7 ആയി, 1/8 ആയി, 1/9 ആയി കുറഞ്ഞു വരിക. വൈ കോർഡിനേറ്റ് ഒരിക്കലും 0 ആകുന്നില്ല. വൈ കോർഡിനേറ്റ് 0 ആവുകയാണെങ്കിൽ ആ പോയിന്റ് എക്സ് ആക്സിസിൽ വരും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ വൈ കോർഡിനേറ്റ് 0 ആവാത്തത് കൊണ്ട് ഒരിക്കലും പോയിന്റ് എക്സ് ആക്സിസിൽ വരത്തില്ല. പക്ഷേ ആ വൈ കോർഡിനേറ്റ് കുറഞ്ഞ് 0യുടെ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് ഇതിങ്ങനെ എക്സ് ആക്സിസിനോട് അടുത്തോണ്ടിരിക്കും, ഒരിക്കലും ടച്ച് ചെയ്യില്ല. കണ്ടോ, ആ പോയിന്റ് ഇങ്ങനെ വരികയാണ്, നമുക്ക് അടുത്തോണ്ടിരിക്കും. ഇനി ഇതുപോലെ നമ്മളിപ്പോൾ 1, 2, 3, 4 ഈ വാല്യൂസാണ് കൊടുത്തത്. ഇനി തിരിച്ച് എക്സിന് 1നേക്കാൾ കുറഞ്ഞ വാല്യൂസ്, ദാറ്റ് മീൻസ് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂസ്, അതായത് 1/2, 1/3 തുടങ്ങിയ വാല്യൂസ് കൂടി നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇവിടെ നോക്കാം. എക്സ് 1/2 കൊടുക്കുമ്പോൾ എഫ് എക്സ് 2 എന്നാണ് വരിക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 1/2 വൈ കോർഡിനേറ്റ് 2. എക്സ് 1/3 കൊടുക്കുമ്പോൾ എഫ് എക്സ് 3 എന്നാണ് വരിക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 1/3 വൈ കോർഡിനേറ്റ് 3. എക്സ് 1/4 ആകുമ്പോൾ 4 വരും. അപ്പോൾ 1/2 2 ഒരു പോയിന്റ്, അടുത്ത പോയിന്റ് 1/3 3, അടുത്ത പോയിന്റ് 1/4 4, അടുത്ത പോയിന്റ് 1/5 5, അടുത്ത പോയിന്റ് 1/6 6, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ അതുകൂടി അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 1/2 2 എക്സ് കോർഡിനേറ്റ് 1/2 എന്ന് പറയുമ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്ക് നടുക്കായിട്ടാണ് എക്സ് കോർഡിനേറ്റ് 1/2 വരിക. പക്ഷേ വൈ കോർഡിനേറ്റ് അപ്പോൾ 2 ആണ്. ഞാൻ ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് എക്സ് 1/2 y2. കണ്ട, എക്സ് കോർഡിനേറ്റ് 1/2 വൈ കോർഡിനേറ്റ് 2. ഇനി അടുത്ത എക്സ് 1/3 y3 1/3 ആ കോർഡിനേറ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആ കോർഡിനേറ്റുകൾ എക്സ് കോർഡിനേറ്റ് കുറയുക, 1/2 1/4 1/5 1/6 ഇങ്ങനെ എക്സ് കോർഡിനേറ്റ് കുറഞ്ഞ് കുറേ അങ്ങ് പോകുമ്പോഴേക്കും എക്സ് കോർഡിനേറ്റ് വളരെ ചെറുതായിട്ട് 0യോട് അടുക്കും. 0 ആവുന്നില്ല. എക്സ് 0 ആയാൽ അത് വൈ ആക്സിസിൽ പോകും. പക്ഷെ എക്സ് 0 ആവാത്തത് കൊണ്ട് തന്നെ പോയിന്റ് ഒരിക്കലും വൈ ആക്സിസിലേക്ക് പോകില്ല. പക്ഷെ വൈ ആക്സിസിനോട് അടുത്തുകൊണ്ടിരിക്കും. നോക്കിയോ, അടുത്ത പോയിന്റ് 1/4 4 ആണ്. അടുത്ത് അല്ലേ 1/4 4 ആണ്. ഇപ്പോൾ നമ്മൾ 1/3 3 ആണ് മാർക്ക് ചെയ്തത്. 1/4 4 മാർക്ക് ചെയ്യാം. 1/4 4 ആണ് അടുത്ത മാർക്ക് ചെയ്തത്. 1/4 4 നിങ്ങൾ കണ്ടു. അടുത്ത പോയിന്റ് 1/5 5 ആണ്. 1/5 5 കണ്ടോ, ആ പോയിന്റ് വൈ ആക്സിസിനോട് അടുക്കുക. വൈ ആക്സിസിനോട് അടുക്കാൻ കാരണം എക്സ് കോർഡിനേറ്റ് ചെറുതാവുന്നത് കൊണ്ടാണ്. എക്സ് കോർഡിനേറ്റ് 0യോട് അടുക്കുകയാണ്. പക്ഷേ എക്സ് 0 ആവുന്നില്ല, ഒരിക്കലും 0 ആവുന്നില്ല. 0യോട് അടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ പോയിന്റുകൾ കിട്ടി. നമുക്ക് ഈ പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്യാൻ ഫുൾ ഗ്രാഫ് അല്ല, ഒരു ഭാഗം കിട്ടും. കാരണം നമ്മളിപ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ് കൊടുത്തത് അല്ലേ. നമ്മളിപ്പോൾ കൊടുത്ത വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്തേ. നമ്മൾ കൊടുത്തത് ആദ്യം എക്സിന് 1 2 3 തുടങ്ങി അങ്ങോട്ട് വാല്യൂ കൂടി വരുന്ന വാല്യൂസ് കൊടുത്തു. 6 7 8 അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന വാല്യൂസ് കൊടുത്തു. പിന്നെ നമ്മൾ കൊടുത്ത വാല്യൂസ് 1നും 0യ്ക്കും ഇടയ്ക്ക് വരുന്ന 1/2 1/3 1/4 ഇങ്ങനെ കുറഞ്ഞു വരുന്ന വാല്യൂസും കൊടുത്തു. ഈ 2 ടൈപ്പ് വാല്യൂസ് ആണ് നമ്മൾ കൊടുത്തത്. ഇനിയും നമുക്ക് വാല്യൂ കൊടുക്കാനുണ്ട്. നമ്മൾ നെഗറ്റീവ് വാല്യൂസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഈ കൊടുത്ത ഇത്രയും ഭാഗത്ത് ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ ഗ്രാഫ് കംപ്ലീറ്റ് ആയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇനിയുമുണ്ട്. അപ്പോൾ ആ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അങ്ങോട്ട് പോകുന്തോറും ഇത് വൈ ആക്സിസിനോട് അടുത്തോണ്ടിരിക്കുക. കാരണം എക്സ് വൈ ആക്സിസിനോടല്ല, എക്സ് ആക്സിസിനോട് അടുത്തുകൊണ്ടിരിക്കുക. എന്താ എക്സ് ആക്സിസിനോട് അടുക്കാൻ കാരണം? വൈയുടെ വാല്യൂ കുറഞ്ഞു വരിക. വൈ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഈ ഗ്രാഫ് എക്സ് ആക്സിസിനോട് നിങ്ങളിപ്പോൾ ഇവിടെ തോന്നുന്നത് ടച്ച് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നും. പക്ഷേ അല്പം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കണ്ടോ, ടച്ച് ചെയ്യുന്നില്ല. അടുക്കുന്നുണ്ട് പക്ഷെ ടച്ച് ചെയ്യുന്നില്ല. എത്ര ദൂരെ പോയാലും ടച്ച് ചെയ്യത്തില്ല. വളരെ ക്ലോസ് ആണ്. കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗ്രാഫ് കണ്ടാൽ ടച്ച് ചെയ്യുന്നതായിട്ട് പോലും നമുക്ക് തോന്നും. പക്ഷെ അത് നമ്മുടെ തോന്നുക മാത്രമാണ്. അത് വലുതായിട്ട് സൂം ചെയ്ത് നോക്കിയാൽ ടച്ച് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി തീർന്നില്ല, നമുക്ക് ഇനി ഇതുപോലെ നെഗറ്റീവ് വാല്യൂസും കൂടി കൊടുക്കണ്ടേ. നമുക്കിവിടെ 1 കൊടുത്തതുപോലെ -1 കൊടുക്കാം. -1 -2 -3 -4 അങ്ങനെ കൊടുക്കുക. -1 കൊടുത്താൽ എഫ് എക്സ് -1 തന്നെ കിട്ടും. എക്സ് -2 കൊടുത്താൽ എഫ് എക്സ് -1/2, -3 കൊടുത്താൽ -1/3, -4 കൊടുത്താൽ -1/4, -5 കൊടുക്കുമ്പോൾ എഫ് എക്സ് -1/5 ഇങ്ങനെ പോകും. അതേപോലെ എക്സിന് -1/2 കൊടുത്താലോ എഫ് എക്സ് -2 വരും. എക്സിന് -1/3 കൊടുത്താലോ എഫ് എക്സ് -3 വരും. എക്സിന് -1/4 കൊടുത്താലോ എഫ് എക്സ് -4 വരും. എക്സിന് -1/5 കൊടുത്താലോ എഫ് എക്സ് -5 വരും. ആ വാല്യൂസ് കൂടി നമുക്കൊന്ന് കൊടുത്തു നോക്കാം എന്താ സംഭവിക്കുക എന്ന്. അപ്പോൾ -1 1 ആണ് ആദ്യത്തെ വാല്യൂ കൊടുക്കുകയാണ്. -1 1 -1 എന്ന വാല്യൂ ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. -1 1 വാല്യൂ കണ്ടു കാണാം. അടുത്ത -2 -1/2 എക്സ് -2 വൈ -1/2 കണ്ടോ. എക്സ് -3 വൈ -1/3 വൈ കോർഡിനേറ്റ് 0യോട് അടുത്തടുത്ത് വരിക. അതുകൊണ്ടാണ് അത് എക്സ് ആക്സിസിലേക്ക് ആ പോയിന്റ് അടുക്കുന്നത്. എക്സ് -4 വൈ -1/4
അടുത്ത എക്സ് -5y-1 ഇനി അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ -1 -2 കൊടുത്ത ഇനി നേരത്തെ പറഞ്ഞ പോലെ ഏത് വാല്യൂ ഈ -1/2 -1/3 എക്സ് -1/2 y -2 എക്സ് -1/3 y -3 അങ്ങനെ അതുകൂടി കൊടുത്തു നോക്കാം എക്സ് -1/2 y -2 ഇതാണ് എക്സ് -1/3 y -3 എക്സ് -1/4 y -4 എക്സ് -1/5 y -5 കണ്ടോ അവിടെയും y ആക്സിസിനോട് അടുക്കുകയാണ് ഈ പോയിന്റുകളെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം ഇവിടെയും സംഭവിക്കുന്ന നോക്കിയേ ഇങ്ങോട്ട് എക്സ് -ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴേക്കും ആ y എക്സ് ആക്സിസിനോട് അടുത്തടുത്ത് വരും ദാറ്റ് മീൻസ് y കോർഡിനേറ്റ് 0യോടടുക്കും ഇവിടെയാണെങ്കിലോ എക്സ് y ആണ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് പക്ഷേ അപ്പോൾ എക്സ് 0യോട് അടുത്തടുത്ത് വരികയാണ് എക്സ് 0യോട് അടുക്കുന്നത് കൊണ്ടാണ് അത് y ആക്സിസിലേക്ക് അടുക്കുന്നത് പക്ഷേ അവിടെയും ഒരിക്കലും ഈ കർവ് ടച്ച് ചെയ്തില്ല നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ടച്ച് ചെയ്തെന്ന് തോന്നും പക്ഷേ അല്പം സൂം ചെയ്ത് നോക്കാൻ മനസ്സിലാക്കണ്ട ടച്ച് ചെയ്തിട്ടില്ല അടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഒരിക്കലും അത് ടച്ച് ചെയ്യപ്പെടുന്നില്ല അടുത്തടുത്ത് വരികയുള്ളൂ ഒരിക്കലും ആ പോയിന്റ് എന്ത് ചെയ്യില്ല ടച്ച് ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് fx = 1/xന്റെ ഗ്രാഫ് അപ്പോൾ ഈ ഗ്രാഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ ഞാൻ ജിയോജിബ്ര സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ 1/6 1/7 ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ കൃത്യമായി വരയ്ക്കാൻ പറ്റിയത് നിങ്ങളൊരു പേപ്പറിലേക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കൃത്യമായി പോയിന്റുകൾ മാർക്ക് ചെയ്ത് വരയ്ക്കാനൊന്നും നിങ്ങൾക്ക് കഴിയത്തില്ല അപ്പോൾ അവിടെ ഒരു റഫായി വരയ്ക്കാന്നുള്ളൂ പക്ഷേ 1-2 പോയിന്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഏതാ ഇപ്പോൾ ഈ 1 നിങ്ങൾക്ക് കറക്റ്റായി മാർക്ക് ചെയ്യാൻ പറ്റും 1/2 2 നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ 2 1/2 മാർക്ക് ചെയ്യാൻ പറ്റും ഈ 3 പോയിന്റുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനൊക്കെ സാധിക്കും കാരണം 1/2 എന്ന് പറഞ്ഞാൽ 0.5 0.5 മാർക്ക് ചെയ്യാൻ പറ്റും 1/3 മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് 1/4 മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും ഇത്രയൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പുറത്ത് ഈ -1 മാർക്ക് ചെയ്യാൻ പറ്റും ഈ -2 -1/2 മാർക്ക് ചെയ്യാൻ പറ്റും ഈ -1/2 -2 അത് മാർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇത്രയും മാർക്ക് ചെയ്യാൻ പറ്റിയാൽ അതിങ്ങോട്ട് വരച്ചിട്ട് ബാക്കി ഒരു ഇങ്ങനെ ഈ എക്സ് ആക്സിസിനോട് അടുത്ത് വരുന്ന രീതിയിൽ ഇവിടെ അതുപോലെ y ആക്സിസിനോട് അടുത്ത് വരുന്ന രീതിയിൽ ഇവിടെയും അതേപോലെ വരച്ചാൽ മതി നമ്മൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുമോ ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദ ഗ്രാഫ് എന്നേ പറയുള്ളൂ അല്ലാതെ കറക്റ്റ് ഗ്രാഫ് വരയ്ക്കാൻ പറയില്ല കറക്റ്റ് ഗ്രാഫ് നമുക്ക് പേപ്പറിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല റഫ് സ്കെച്ച് വരയ്ക്കാനേ പറ്റും അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടാവണം എന്നുള്ളതാണ് ആ പാസ് ഇത് കറക്റ്റ് ആവണം 1 കറക്റ്റ് ആവണം -1 കറക്റ്റ് ആവണം 2 1/2 ആ 3 പോയിന്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് ഇവിടെയും ആ 3 പോയിന്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് ബാക്കി പോയിന്റുകൾ വെറുതെ ഒരു റഫായിട്ട് ഇങ്ങനെ വരച്ചങ്ങ് പോയാൽ അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് അങ്ങ് കൂടിക്കൊണ്ടിരിക്കുക എക്സ് അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകും അപ്പോൾ ഗ്രാഫ് എക്സ് ആക്സിസിനോട് അടുക്കുകയാണ് എക്സ് ആക്സിസിനോട് അടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം y കോർഡിനേറ്റ് 0 ആവുക എന്ന അപ്പോൾ എക്സ് വലുതാകുമ്പോൾ y ചെറുതായിട്ട് 0യോട് അടുക്കും തിരിച്ച് ഇവിടെ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് കോർഡിനേറ്റ് ചെറുതാവുകയാണ് പക്ഷെ അപ്പോഴേക്കും y കോർഡിനേറ്റ് വലുതാവുകയാണ് എക്സ് 0യോട് അടുക്കുമ്പോൾ y അങ്ങ് ഇൻഫിനിറ്റിയോട് അടുക്കും ഇപ്പുറത്തും അതുപോലെ നെഗറ്റീവിൽ സംഭവിക്കുന്നതാണ് എക്സ് -ഇൻഫിനിറ്റിയോട് അടുക്കുമ്പോൾ y 0യോട് അടുക്കും തിരിച്ച് എക്സ് 0യോട് അടുക്കുമ്പോൾ y -ഇൻഫിനിറ്റിയോട് അടുക്കും ഈ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ് പക്ഷേ ഗ്രാഫ് 0യിൽ വരുന്നില്ല 0യിൽ ഗ്രാഫ് മീറ്റ് ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അർത്ഥം എക്സും 0 ആവുന്നില്ല എക്സും 0 ആവുന്നില്ല ദാറ്റ് മീൻസ് അതിൻ്റെ ഡൊമൈനിലോ റേഞ്ചിലോ 0 ഉണ്ടാവില്ല 0 ഒഴികെയുള്ള നമ്പേഴ്സ് ആയിരിക്കും അതിൻ്റെ ഡൊമൈനിലും അതിൻ്റെ റേഞ്ചിലും ഉണ്ടാവുക ഇതാണ് ഈ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പറയുമ്പോൾ ഡൊമൈൻ എഴുതുമ്പോൾ r-set 0 എന്നും റേഞ്ചും അതുപോലെ തന്നെ r-set 0 ദാറ്റ് മീൻസ് 0 ഒഴിച്ചുള്ള റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് ഡൊമൈൻ 0 ഒഴികെയുള്ള റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് തന്നെയാണ് റേഞ്ചും അതിൻ്റെ ഗ്രാഫ് കൂടി ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ പറയത്തില്ല പകരം ഈ ഗ്രാഫ് തരും ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ എന്നായിരിക്കും പറയുക അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ ഈ ഒരു വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കരുത് സ്മൂത്ത് കർവായിട്ട് മാത്രമേ ഈ ഗ്രാഫ് വരയ്ക്കാവൂ അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിൻ്റെ ഗ്രാഫാണെന്ന് ഇത് പിന്നെ fx = 1/xന്റെ ഗ്രാഫാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു റഫ് സ്കെച്ച് ഗ്രാഫാണ് വരയ്ക്കുന്നത് കറക്റ്റ് ഗ്രാഫ് വേണ്ട പക്ഷെ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ഇതിങ്ങനെ മീറ്റ് ചെയ്യിക്കരുത് ഇങ്ങനെ അടുത്ത് വരികയോ ചെയ്യാവും നമുക്ക് വരയ്ക്കുമ്പോൾ കുറച്ച് ദൂരം വരെ വരയ്ക്കാൻ പറ്റും പിന്നെ അങ്ങോട്ട് അടുപ്പിച്ച് നോക്കിയാൽ ടച്ച് ആവും അതുകൊണ്ട് നിങ്ങൾ അത് വേണ്ട ടച്ച് ചെയ്യാത്ത രീതിയിൽ കുറച്ച് ദൂരം വരെ ഇവിടെയും വരച്ചിടുക അപ്പോൾ അത് ഇവിടെയും അങ്ങനെ വരച്ചിടുക അപ്പോൾ കാണുമ്പോൾ അതിനോട് അടുത്ത് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം ആക്സിസിനെ ടച്ച് ചെയ്യരുത് ആ രീതിയിൽ ഒരു റഫ് ഗ്രാഫ് മാത്രം വരച്ചാൽ മതി കറക്റ്റ് ഗ്രാഫ് വേണ്ട അപ്പോൾ ഈ ഒരു ക്ലാസ് ഒരു ചെറിയ ടോപ്പിക്കിൽ നിർത്തുകയാണ് ഇനി നമുക്ക് 2 ഫംഗ്ഷനുകൾ കൂടി പരിചയപ്പെടാനുണ്ട് ഒരു സിഗ്നം ഫംഗ്ഷൻ എന്നും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്നും 2 ഫംഗ്ഷൻ കൂടി അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു